വിവാഹം കഴിച്ചയക്കാൻ ഭയമാകുന്നു സർ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഡോക്ടർ അരുൺകുമാർ സാർ ഒരു മറുപടി പറയേണ്ടായി. വിവാഹം കഴിച്ച് അയക്കുന്നത് എന്തിനാണ്, ചേർത്ത് നിർത്തിയാൽ പോരെ നമ്മുടെ പെൺമക്കളെ എന്നുള്ളത്. ഭയങ്കര രസമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു മറുപടി ആയിരുന്നു അത്. അത് കേട്ടപ്പോഴാണ് എൻ്റെ ഓർമ്മയിലേക്ക് മുൻപ് ഒരു സെഷനിൽ നടന്ന സംഭവം ഓർമ്മ വന്നത്. ഹസ്ബൻഡ് വൈഫ് ഇരിക്കുകയാണ്. ഹസ്ബൻഡ് പറയാണ് ഇവക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ വീട്ടിലേക്ക് പോകണം. അതായത് ഒരു 3 ആഴ്ച എത്തുമ്പോഴേ ഇവൾക്ക് ഇവളുടെ വീട്ടിൽ പോകണം, എല്ലാവരെയും കാണണം, ഭയങ്കര പ്രശ്നമാണ്. 10-22 വർഷം ജീവിച്ച വീടല്ലേ, അന്ന് ഇത്രയും നാള് കണ്ടതല്ലേ, ഇനി എന്താണ് പുതുമ എന്ന് ചോദിക്കാണ്. അപ്പോ ഇദ്ദേഹം ജീവിക്കുന്നത് ഇദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലാണ്, പാരന്റ്സിനൊപ്പം സഹോദരങ്ങൾക്കൊപ്പം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കൊരു ഡിസ്കംഫർട്ട് ഇല്ല, ആരെയും മിസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു വീട്ടിലേക്ക് വന്ന് തീർത്തും നമുക്ക് അപരിചിതമായ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കംഫർട്ടബിൾ ആക്കി വരികയാണ്. അതുപോലെ നമുക്ക് മാനസികമായിട്ട് അടുക്കാൻ പറ്റാത്ത ആളുകളെ ഞാൻ അവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് മെന്റലി നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു ലെവലിൽ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ദിവസം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മനെയും നമ്മുടെ വീടും ഒക്കെ ഒന്ന് കാണാനായിട്ടൊരു ആഗ്രഹം തോന്നും. അത് വലിയൊരു പ്രശ്നമായിട്ട് കാണുകയും 10-22 കൊല്ലം ജീവിച്ചെടുത്ത് എന്താണ് പുതുമ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊന്ന് തിരിച്ചു ചോദിച്ചു എന്നിരിക്കട്ടെ, നിങ്ങൾ 10-29 കൊല്ലമായിട്ട് ഇവിടെ തന്നെ അല്ലേ, ഇനി ഇവരെയൊക്കെ വിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോഴത്തേക്കും നൊസ്റ്റാൾജിയായി, അയ്യോ എൻ്റെ അമ്മേനെ അച്ഛനെയും കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്നായി, ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പൊ ഈ ഭാര്യ എന്ന് പറയുന്നതിനെ ലുലുമാളിൽ ഓഫറിൽ മേടിച്ചതൊന്നല്ലല്ലോ പാരന്റ്സ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ എത്രയൊക്കെ ഫോർവേഡ് ആയിട്ട് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും വേറെ പോയി താമസിച്ചു അല്ലെങ്കിൽ വേറെ ജോലി സ്ഥലത്തേക്ക് മാറി എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഒരു പകുതിയോളം ആളുകൾ ആ പഴയ ഒരു സിറ്റുവേഷനിൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി ജീവിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികളെ ഇടയ്ക്കെങ്കിലും അവരുടെ വീട്ടിൽ പോയി അവർക്ക് ഇഷ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് കണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവരെ ഒന്ന് കുറച്ചു നേരം ജീവിക്കാനായിട്ട് അനുവദിക്കും. അത് അവരുടെ മനസ്സിന് കൊടുക്കുന്ന സന്തോഷം ഭയങ്കര വലുതായിരിക്കും. മാത്രമല്ല മെന്റലി അവർ ഹാപ്പി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലും കുറച്ച് സമാധാനം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇത്രയും കാലം ജീവിച്ചതല്ലേ എന്നുള്ള ഫിലോസഫി ഒന്നും അടിക്കണ്ട. ഇനിയുള്ള കുട്ടികൾ ചിലപ്പോൾ തിരിച്ചു ചോദിച്ചു എന്ന് വരും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മാനുഷികപരമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.